ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പൊരിച്ചാണ്. നോമ്പൊക്കെ അല്ലേ, വേറൊന്നും ഉണ്ടാക്കാൻ വെയ്യായിട്ട് തന്നെ, ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ക്ഷീണമാണ്. അതിന് ബ്രെഡ് ഒന്ന് പൊരിക്കാൻ കരുതി. അതിന് രസം ഉള്ളി ഒന്ന് വാട്ടാണ്. അതിന് ഞങ്ങൾ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചട്ടിയിലേക്ക് ഇട്ട് അത് ബ്രൗൺ കളറാവുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണുക, തട്ടിമാറ്റി പോകാതെ എല്ലാവരും ഒന്ന് വീഡിയോസ് ഒന്ന് കാണുക. എന്തൊക്കെ നോമ്പൊക്കെ ഒരുങ്ങിയോ? അല്ല, നോമ്പല്ല, ഒരുങ്ങിയിട്ട് എല്ലാവരും ഇന്നത്തെ നോമ്പറക്കാരെ വെച്ചിട്ടുണ്ടാവില്ലേ? എന്നിട്ട് എന്തൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അങ്ങനെ ബ്രൗൺ കളറാവുന്ന ആക്കി കൊടുക്കുക. ഇതിൽ മുളകും പൊടി ഒന്ന് മസാലക്കറി മസാല ഒന്നും ഇട്ടിട്ടില്ല. ചിക്കൻ ഉണ്ടാക്കിയത് എല്ലാതും ഇട്ടിക്കണം. എല്ലാം പാടെ ആകുമ്പോൾ 20 അധികമാകുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും തിന്നാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് നല്ല 20 അധികം വലിയവർക്കും നോമ്പല്ലേ, ഓരോ അസുഖങ്ങളൊക്കെ വരില്ലേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും റാഹത്തല്ലേ? അതിന് ശേഷം ദിവസം മഞ്ഞളിട്ട് കൊടുക്കും, ഇളക്കി കൊടുക്കുക. അത് മഞ്ഞളും ഉള്ളിയും പാടൊന്ന് ജോയിൻ്റ് ആവുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടി കടയെല്ലാം ഇട്ടിട്ടില്ലേ, ചട്ടിക്ക് വാങ്ങണം ഇൻഷാ അല്ലാഹ്. പിന്നെ വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് വീഡിയോ ആരും കാണാത്ത. അല്ല, ഇന്ന് ഫുഡ് തന്നെയല്ലേ, എന്താ ഇന്ന് ഫുഡിൻ്റെ കാണില്ലേ? നിങ്ങൾക്കൊക്കെ വല്ല കോമഡിയോ പെണ്ണുങ്ങൾ അങ്ങനെ ഇങ്ങനെ കാട്ടുന്നതോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോസ് ഫുള്ളായി കാണുള്ളൂ. അല്ലാതെ ഇപ്പോൾ എൻ്റെ വീഡിയോസൊന്നും കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്കില്ല. പിന്നെ ചിക്കന് വേവിച്ചത് ആയിക്കിട്ട് അതിന് ശേഷം നമുക്കിനി അതൊന്ന് വാങ്ങാം, ഒരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾ കാരണമില്ലാന്ന് മോശം തന്നെയാണ്. ഞാൻ സ്വന്തമായിട്ട് വീഡിയോസ് എടുക്കുന്നതും എല്ലാ പണിയൊക്കെ ചെയ്യും. അതിന് വേറെ പണിയുണ്ടാവും. പിന്നെ കുട്ടികൾ കൂടും ഇടയ്ക്ക്. അടുത്തന്നല്ല, കുട്ടികൾക്ക് തോന്നുമ്പോൾ കുട്ടികൾ കൂടും. ഈ കുട്ടികൾക്ക് തന്നെ വിക്രസാട്ടം കൊടുക്കണം ഫോണിൽ, എന്നാലും കുട്ടികൾക്ക് ഇതുണ്ടാവും. അതിന് ശേഷം നമുക്കിനി ബ്രെഡിൽ ഇറക്കാണ്. ആ കുട്ടിയാണ് ചെയ്യുന്നത്. നമ്മളെ കുട്ടി അങ്ങനെയുള്ള ചെയ്യുകയൊക്കെ ചെയ്യും. സ്കൂളിട്ട് വന്നിട്ട് എന്തൊക്കെയോ വാങ്ങാൻ പോയിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഒരു ബ്രെഡിൽ അങ്ങനെ വെച്ച് അതിന് ഓരോന്ന് തന്നെ നിൽക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? കുട്ടികളൊക്കെ പരീക്ഷ തുടങ്ങിയോ? കുട്ടികൾ മദ്രസയിലൊക്കെ ജയിച്ചോ? എല്ലാ കുട്ടികളും. ഞങ്ങളുടെ കുട്ടി ജയിച്ചിട്ടുണ്ടാവും, പക്ഷെ നോക്കിയിട്ടില്ല. ഞാൻ തോന്നി, എനിക്കറിയില്ല. എന്താ വല്ല തീറ്റ. അവൻ്റെ സ്കൂളത്തെ യൂണിഫോമാണ്. ഇനി അതിന് ശേഷം നമ്മൾക്ക് 2 മുട്ട എടുത്തിട്ട് അരി മുക്കി പൊരിച്ച, അതിന് ഉപ്പിട്ട് രസം കുരുമുളകും നാത്തൂനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മുട്ടയും ഉപ്പും കുരുമുളകും പാടെ
ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയിക്കണം. നല്ല ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി പൊരിച്ചെടുക്കുക. ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ മുക്കി അതിലൊരു ഉള്ളി എറിഞ്ഞിട്ടില്ല, അത് പറയാൻ മറന്നു. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. എന്തൊക്കെ അതൊക്കെ വിശേഷങ്ങൾ മറക്കരുത്. എല്ലാവരും ഇത് ഫുള്ളായി കാണാതിരിക്കരുത്. എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കോടീശ്വരയായി ജീവിക്കാനുള്ള ബോധ്യമുണ്ട്. അതല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണില്ല. അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചാലുള്ളൂ ഞാൻ ഇനി മുന്നോട്ട് പോകുള്ളൂ. ഇനി പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.